നമസ്കാരം. ക്രിക്കറ്റ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന IPL ആരവത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മാർച്ച് 22-ന് ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ആദ്യ മത്സരം. അതിനിടെ ആരാധകരെ നിരാശയിലാഴ്ത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന IPL സീസൺ ദുബായിലേക്ക് മാറ്റാൻ ആലോചന നടക്കുന്നതായാണ് കിട്ടുന്ന വിവരം. രാജ്യത്ത് ഇന്ന് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഈ സീസൺ IPL 2 പാദങ്ങളിലായി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് BCCI ആലോചിക്കുന്നത്. ആദ്യ പാദ മത്സരങ്ങൾ ഇന്ത്യയിലും രണ്ടാം പാദ മത്സരങ്ങൾ ദുബായിലും സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതയാണ് BCCI തേടുന്നത്. ടൂർണമെന്റിലെ രണ്ടാം പാദം ആതിഥേയത്വം വഹിക്കുന്നതിനുള്ള സാധ്യതകൾ പര്യവേഷണം ചെയ്യാൻ BCCI ഉദ്യോഗസ്ഥരിൽ ചിലർ നിലവിൽ ദുബായിലുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും. അതിനുശേഷം മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് BCCI ആവശ്യപ്പെട്ടേക്കും എന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്നാൽ ടൂർണമെന്റ് പൂർണ്ണമായി ഇന്ത്യയിൽ തന്നെ നടത്താൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് IPL ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ അരുൺ ധുമൽ. 2019 പൊതു തെരഞ്ഞെടുപ്പ് സമയത്തും IPL പൂർണ്ണമായും ഹോം എവേ ഫോർമാറ്റിലാണ് കളിച്ചത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് തീയതികളെ സംബന്ധിച്ച വ്യക്തത ലഭിച്ചാൽ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളാം എന്നാണ് അരുൺ ധുമൽ ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഹോം എവേ ഗെയിമുകൾ നടത്താൻ ആഗ്രഹിക്കുന്നു, എന്നാൽ സമയം ക്രമീകരിക്കുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞങ്ങൾ കാണും. എല്ലാ ടീമുകൾക്കും തുല്യ അവസരങ്ങൾ ഉണ്ടായിരിക്കണം. കോവിഡ് കാലത്ത് 2020-21 സീസണിൽ ദുബായിലാണ് IPL സാക്ഷ്യം വഹിച്ചത്. അന്ന് ദുബായ്, അബുദാബി, ഷാർജ എന്നീ വേദികളിലായിരുന്നു മത്സരം നടന്നിരുന്നത്. അതേസമയം പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ IPL രണ്ടാം ഘട്ടം ഇന്ത്യക്ക് പുറത്തേക്ക് മാറ്റിയാൽ മുൻകരുതൽ നടപടിയായി ഏതാനും IPL ഫ്രാഞ്ചൈസികൾ തങ്ങളുടെ കളിക്കാരുടെ പാസ്പോർട്ട് ശേഖരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അവസാന നിമിഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ മുൻകരുതൽ നടപടി എന്നോളമാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.